ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. നമ്മൾ നോക്കാൻ വന്ന ഒരു വീടിന്റെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് വരുന്ന ഒരു വാഷ് ഏരിയയാണ്. അപ്പോൾ ആ വീട്ടിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാഷ് ഏരിയയുടെ കണ്ടീഷനാണ് ഇപ്പൊ നമ്മൾ ബാക്കിലെ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ കളർ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് ഭംഗിയാക്കി എടുക്കുന്നത്. അപ്പൊ ക്ലയന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന 3 റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കേരള എലമെന്റ്സ് വേണം, അതുപോലെ തന്നെ കുറച്ച് മോഡേൺ ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് തരണം എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ക്ലയന്റിന് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണ് ആ ഒരു സ്പേസ് കൺവേർട്ട് ചെയ്തെടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് ക്ലയന്റിനെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ. വാഷ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാഷിന് വേണ്ടിയിട്ടുള്ള ഒരു മിറർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പ് ആയിട്ട് ഒരു വാഷ് ബേസിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു നല്ലൊരു വലിയൊരു മിററും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്ന ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ലൈറ്റ് ആണ് ആ വാഷിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ കാണാം ഡാഡോ ടൈലായിട്ട് കൊടുത്തിട്ടുള്ളത്. നോർമൽ കേസിൽ ടൈലാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു കേരള ടച്ച് വേണം എന്നുള്ളതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ അവൈലബിൾ ആയിട്ടുള്ള റെഡ് ബ്രിക്കിന്റെ ആ ഒരു ടെക്സ്ചറിൽ വരുന്ന ബ്രിക്ക് ക്ലാഡിങ്സ് ആണ് നമ്മളിവിടെ ഡാഡോ ടൈലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് ത്രൂ ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ആയിട്ട് ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്കിലെ വോളിലാണെന്നുണ്ടെങ്കിൽ സിമെന്റ് ടെക്സ്ചർ ഫിനിഷ് ആണ് ബാക്ക് വോളിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ ക്യാബിനറ്റ്സും വാട്ടർ ക്യാബിനറ്റ്സും ആയിട്ട് നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ്സ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടാണ് അതിന്റെ ഡോറിന്റെ ഷട്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. ബോട്ടം ക്യാബിനറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടുള്ളത് വുഡൻ ഫിനിഷിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു സ്കാൻഡിനേവിയൻ ടച്ച് കൂടെ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ അപ്പർ ക്യാബിനറ്റ്സിന്റെയും ബോട്ടം ക്യാബിനറ്റ്സിന്റെയും ഇന്റീരിയർ ഡീറ്റെയിൽ, ഉള്ളിലെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്റ്റോറേജിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ ക്യാബിനറ്റ്സിലും നല്ല രീതിയിൽ തന്നെ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ടുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ക്യാബിനറ്റ്സിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് ഇത്. ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കേരള ഫിനിഷ് അല്ലെങ്കിൽ കേരള ടച്ച് കിട്ടുന്ന രീതിയിലും കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെറിയൊരു സ്കാൻഡിനേവിയൻ ടച്ച് കൊടുത്ത് നമ്മൾ വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ ഒരു ഏരിയ മാറ്റിയെടുത്തേക്കാണ്. അപ്പൊ ക്ലയന്റിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.